ആക്രമണം സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ എന്ന വാർത്ത കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നു. പാകിസ്ഥാനിൽ ഇന്ത്യ കയറി അടിച്ചിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മിസൈൽ ആക്രമണത്തിലൂടെ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തിരിക്കുന്നു. ഇന്ത്യൻ കരസേനയുടെ കരുത്തു തെളിയിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ, ഈ നിമിഷം വരുന്ന, ഈ അർദ്ധരാത്രി വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. 1:44 വാർത്താ വിതരണ മന്ത്രാലയം ഈ വിവരം പുറത്തുവിട്ടത്. 1:44 ഈ നമ്മൾ ഉറങ്ങി തുടങ്ങിയപ്പോൾ തന്നെ ഈ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ടാകണം, ഈ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ടാകണം, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയിട്ടുണ്ടാകണം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഒരു പാകിസ്ഥാനി പൗരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. പാകിസ്ഥാനിൻ്റെ ഔദ്യോഗിക സൈനിക സംവിധാനങ്ങൾ ഒന്നും നശിച്ചിട്ടില്ല. പകരം പാകിസ്ഥാനിലെയും പാക് അധിനിവേശ ജമ്മു കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി തെരഞ്ഞുപിടിച്ച് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യയുടെ തിരിച്ചടി അത് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു. മിസൈൽ ആക്രമണത്തിലൂടെയാണ് 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് എന്ന് പറയേണ്ടി വരും. അവിടെ ഭീകരരുണ്ടായിരുന്നു, എന്തൊക്കെയാണ് നഷ്ടമായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരണം. സ്വാഭാവികമായും ഭീകരരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ടാകും. ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ പിന്തുണയോടെ ഭീകരർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. ആ ആക്ഷേപം യാഥാർത്ഥ്യമെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരിക്കൽ കൂടി തെളിഞ്ഞു. ആ തെളിവിന് കൃത്യമായ മറുപടി നൽകുകയാണ്. പലപ്പോഴും അവർ പ്രതീക്ഷിച്ചിരുന്നു 36 മണിക്കൂറിനകം തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വാർത്താ വിതരണ മന്ത്രി തന്നെ പാകിസ്ഥാനിൽ പറഞ്ഞിരുന്നു. ഈ തിരിച്ചടിച്ചാൽ അത് തിരിച്ചടി വരാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് കൃത്യമായി മറ്റ് UN അടക്കമുള്ള സംവിധാനങ്ങളിലും മറ്റു രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇടപെട്ട് ഇന്ത്യയെ സമവായത്തിലും അനുനയത്തിലും എത്തിക്കണമെന്ന നിർദ്ദേശം അവർ മുന്നിൽ വെച്ചിരുന്നു.